അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2024 നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് ഇതിലുണ്ടാവുക. ദുറൂസ് 2 എന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1 ഫത്ഹ് മക്ക ഉണ്ടായ വർഷം. ആൻസർ ഹിജ്റ 8. 2 മഹ്ശറിൽ അമലുകൾ തൂക്കും. ആൻസർ മീസാനിൽ. 3 മുറുകെ പിടിക്കണം. എന്താ മുറുകെ പിടിക്കേണ്ടത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. 4 നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത്. ആൻസർ മാതാപിതാക്കൾ. 5 തൂങ്ങിയുറക്കം എന്നാണ് അർത്ഥം. ആൻസർ സീനത്തുൻ എന്നതാണ് തൂങ്ങിയുറക്കം എന്നതിൻ്റെ അർത്ഥം, എന്നതിൻ്റെ അറബി വാക്ക്. 6 ഗ്രാമം എന്നർത്ഥം. ഗ്രാമം എന്നുള്ള പറഞ്ഞാൽ എന്തിനാ? ആൻസർ കറിയ. കറിയത്തുൻ എന്നതിനാണ് എന്താ പറയുക? ഗ്രാമം എന്ന് പറയാം. അപ്പോൾ ഗ്രാമം എന്നുള്ളതിൻ്റെ ഒരു അറബി വാക്ക് അവിടെ ഉണ്ട്, അത് നോക്കുക എന്നുള്ളതാണ്. ഇനി ചേരുമ്പടി ചേർക്കുക. 7 വിജയം നേടാൻ ആവശ്യമാണ്. ആൻസർ സി ഇൽമ്. 8 നാം ഉപേക്ഷിക്കണം. ആൻസർ ഇ പലിശ. 9 ഹിഫ്ള് എന്നതിൻ്റെ അർത്ഥം. ആൻസർ എ സംരക്ഷണം. 10 രഹസ്യമായി ചെയ്താൽ അർശിൻ്റെ തണൽ ലഭിക്കും. ആൻസർ ബി സ്വതക്ക. 11 പാവങ്ങളോട് കാണിക്കണം. ആൻസർ ഡി കരുണ കാണിക്കണം. ഇനി അടുത്ത് പൂരിപ്പിക്കുക. പൂരിപ്പിക്കാനുള്ളത് 12 ഹിജ്റ ഡാഷ് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹിജ്റ എത്രയിലാ? ഹിജ്റ 11. 13 പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഡാഷ് എന്നിവ ചൊല്ലണം. ബിസ്മി ഹംദ് സ്വലാത്ത് എന്നിവ ചൊല്ലണം. 14 ഹൗലുൽ കൗസറിലെ പാനീയം ഡാഷ് സുഗന്ധമുള്ളതാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. 15 മറ്റൊരാളുടെ ഡാഷിന് ക്ഷതമേൽപ്പിക്കരുത്. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. 16 കരുണയുള്ളവർ മാത്രമേ ഡാഷ് കടക്കുകയുള്ളൂ. എവിടെ കടക്കുകയുള്ളൂ? സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. 17 വലാ യഊദുഹു ഡാഷ് വഹുവൽ അലിയ്യുൽ അദീം. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഇനി അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 അല്ലാഹു തആല തൻ്റെ എത്ര റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ആൻസർ 99. 19 മക്ക ഫത്ഹ് ദിവസം അദാൻ മുഴക്കിയതാര്. ആൻസർ ബിലാൽ റളിയല്ലാഹു അൻഹു. 20 ഞാൻ നീനവക്കാരനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാര്. ആൻസർ അദ്ദാസ്. 21 ഇസ്ലാമിൻ്റെ ജീവനും നടും തൂണുമാണ് എന്ത്. ആൻസർ ഇൽമ്. 22 അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഭരണാധികാരി ഏത്. ആൻസർ നീതിവാനായ ഭരണാധികാരി. 23 തിന്നു എന്നതിൻ്റെ അറബി വാക്ക്. ആൻസർ അക്കല. അക്കല എന്ന തിന്നു. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് അന്ത്യചുംബനം നൽകി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്. ആൻസർ തിബ്ത ഹയ്യം വ മയ്യിത. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. 25 വിജ്ഞാനം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നു എങ്ങനെ. ആൻസർ ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും എന്തു വേണം? വിജ്ഞാനം വേണം. 26 മഹ്ശറിൽ ഹൗലുൽ കൗസർ ലഭിക്കില്ല ആർക്ക്. ആൻസർ കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും. 27 ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്. ആൻസർ ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവന് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. 28 ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും ആരൊക്കെ. ആൻസർ അംബിയാക്കൾ, അള്ളാഹു പ്രത്യേകം ആദരിച്ചവർ. 29 ഫത്ഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോട് പറഞ്ഞതെന്ത്. ആൻസർ പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. ഇനി 30 അറബിയിൽ എഴുതുക. അവന് ഭാരമാവുകയില്ല. അതാ ലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആയത്തുൽ കുർസിയിൽ നിന്നുള്ളതാണത്. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. എന്താണ്? ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അതിനെക്കുറിച്ച് സർഫർ മാസാവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചു. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമാക്കി. ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി.
ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു ഇത്. ഇനി അതിൽ രണ്ടാമത്തെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഉൾക്കൊള്ളി ചെയ്ത മഹ്ശറയിൽ സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും, ശക്തമായ ചൂടുണ്ടാകും, ആളുകൾ തണലിന് വേണ്ടി കേഴും. അന്ന് 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ നൽകി ആദരിക്കും. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അങ്ങനെ ആ 7 വിഭാഗം ആളുകളിൽ നിന്ന് 5 വരിയിൽ കൊള്ളുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.